ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാധവേട്ട, എന്തൊക്കെ സ്വപ്നം കണ്ടവരായിരുന്നു നമ്മൾ. സ്വന്തമായിട്ടൊരു വീട്, അതിൽ എല്ലാ മക്കൾക്കും ഓരോരോ മുറികൾ, മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ചിരിച്ചും കളിച്ചും ഒരു ജീവിതം. ഞാനും അങ്ങനെ ഒരു ജീവിതം കൊതിച്ചിരുന്നു ചന്ദ്രു. മാനം മുട്ട ഒരു കൊട്ടാരം കെട്ടാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്നേഹക്കൊട്ടാരം പടുത്തുയർത്താമെന്ന് മാധവൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ മുകളിലിരിക്കുന്നവന്റെ തിരക്കഥയില് മാധവന് വനവാസമാണ് എഴുതി വെച്ചിരുന്നത്. ഇന്നലെ വരെ പരിചയമില്ലാത്ത ഒരാളിന്റെ വാടകമുറിയില്. അതെ, ഒരർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും വാടകക്കാരാണമ്മേ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം എനിക്ക് മനസ്സിലായി. പരസ്പരം സ്നേഹിച്ച് കൊതി തീരാതെ നിങ്ങൾ മരണം തിരഞ്ഞെടുത്തതേ തെറ്റ്. അച്ഛനെയും അമ്മയൊന്നും നോക്കാത്ത മക്കൾക്ക് നിയമം ജയിലറകൾ ഒരുക്കിയിട്ടിരിക്കുന്ന കാര്യം മക്കളെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്താം. അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ തിരുത്തട്ടെ. വേണ്ട, കുഞ്ഞ് എപ്പോഴാ നാളെ ഈ മുറി ഒഴിയുന്നതെന്ന് പറഞ്ഞ ഞങ്ങൾ ഇറങ്ങിത്തരാം. ഇനി മാധവനും ചന്ദ്രികയും ഭൂതകാലത്തേക്കൊരു മടക്കമില്ല. അങ്ങനെ ആയിക്കോട്ടെ. തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ നാളെ ഞാൻ മടങ്ങും. അതിനു മുമ്പ് നിങ്ങൾക്ക് താമസിക്കാൻ എവിടെയെങ്കിലും ഒരു സൗകര്യം ഒരുക്കി തരണം എനിക്ക്. വേണ്ട മോനെ, ഇതുവരെ ചെയ്തു തന്നതൊക്കെ എന്നും ഓർമ്മയിലുണ്ടാവും. നാളെ മോൻ ഇറങ്ങുമ്പോ ഞങ്ങളും ഇറങ്ങും. അത് നിങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് ഞാൻ ഇല്ല. നിങ്ങളെയും കൂട്ടി ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാൻ പോവാ. ഇല്ല, ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. മോന് ഞങ്ങളൊരു വാക്ക് തരാം. ഇനി ഞങ്ങൾ മരണത്തെ തേടി പോകില്ലെന്ന്. ഞങ്ങൾ എവിടെയുണ്ടെന്നും എവിടെയാണ് ജീവിക്കുന്നതെന്നും ഫോണിലൂടെ വിളിച്ചറിയിക്കാം. അച്ഛാ, അത് മോനെ, എതിര് പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, നാളെ രാവിലെ മോൻ ഈ റൂം വെക്കേറ്റ് ചെയ്ത് പോകാം. മോൻ ഇറങ്ങുമ്പോ ഞങ്ങളും ഇറങ്ങും. ഇതിനെതിരൊന്നും പറയരുത്. സ്വന്തം അമ്മ പറയുന്നത് പോലെ കരുതിയാൽ മതി. മോൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ യാത്രയുള്ളതല്ലേ. മാനത്തെ കൊട്ട